അപ്പൊ നമ്മൾ അടുത്തത് ബാരബൻസിന്റെ ഒരു ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബസ്സിന്റെ ചേസ് ആണ്. ചേസ് കാണാൻ പോലും ഇല്ല, ഫുള്ള് ആളുകളാ, കറങ്ങിയ ആളുകളാ. ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ റോട്ടില് ഇതേവരെ ബസ് ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടില്ല അല്ലേ? ഒരു ടിപ്പറിനകത്ത് ഇറങ്ങി. ലൈലാൻഡില് തിരുവനന്തപുരത്ത് കണ്ട ബസ് ഉണ്ട്. ഇലക്ട്രിക്കലാണോ ലൈലാൻഡിനാണോ ഒരു ബസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ KSRTC ഒരു ബസ് ഉണ്ട് നിലവിൽ. ടാറ്റയാണോ ലൈലാൻഡാണോ എന്ന് അറിയില്ല, ഏതൊരു ബസ് ഉണ്ട്. ഭാരത് ബെൻസിന്റെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഭാരത് ബെൻസിന്റെ ബസ്സിൽ 1926 എന്ന് പറഞ്ഞ ഷാസി ബോഡിയാണ്. ഷാസിയാണ് ഈ കാണുന്നത്, ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവർ സീറ്റിൽ കെയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതില് ലെഫ്റ്റ് സൈഡ് മറ്റേ ലിവർ വരുന്നില്ല, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡ് ലിവർ വരുന്നില്ല. ഇത് സ്കാനിയ കണക്ക്, സ്കാനിയന്റെ ഏകദേശം റൈറ്റ് സൈഡിലാണ്. बर्बाद कर रहे हैं लोगों को, पैसा भी ज्यादा है, सब ज्यादा पैसा नहीं है। 1.5 महीना से मेरी गाड़ी खड़ी है केरला के नंबर 1 कोई नंबर 1 गाड़ी नहीं है। 1.5 महीना से मेरी गाड़ी छत्तीसगढ़ में खड़ी है, बना नहीं पा रहा है। मेरे को सभी मैकेनिकल वर्क सभी पार्ट ज्यादा, रेट ज्यादा। हाँ वही है, हमको अच्छा है। आप बताइए मेरे स्पीड लीजिए, नहीं लेना गाड़ी, कोई नहीं लेगा। 1.5 महीने से परेशान हूँ मैं। जो कंपनी वाला भी खड़ा है, ठीक है। हम എന്താ अभी और तुम इसमें അവർക്ക് അത് കറക്റ്റ് അല്ലെന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ വെച്ചിടത്തോളം ഭാരത് ബെൻസ് അടിപൊളിയാണ്. പുള്ളിക്കാരൻ എന്താ പൈസ കൂടുതലാണ്, മാസമായിട്ട് എന്തോ സ്പെയർ പാർട്സിന്റെ റേറ്റ് കൂടുതലാണ്. സ്പെയർ പാർട്സ് കമ്പനി നന്നാകുമ്പോ അതിനനുസരിച്ച് സ്പെയർ പാർട്സ് വില കൊടുക്കട്ടെ. കേരളത്തിൽ നമുക്ക് ഭാരത് ബെൻസ് ആണ് മികച്ചത്. അതെ അതെ, മികച്ചത്. സർവീസിന്റെ കാര്യത്തിൽ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, വില കൂടുതലാണ്, അതനുസരിച്ചുള്ള എല്ലാ സൗകര്യവും കൊടുക്കുന്നത്. ഇത്രയും ഫെസിലിറ്റി, അതായത് നമ്മുടെ ഈ ബാക്കിയുള്ള ഷാസിനെക്കാട്ടി ഇത്രയും ഫെസിലിറ്റി ആയാലും ഡ്രൈവർ കംഫർട്ട് ആയാലും എന്തുകൊണ്ടും നമുക്ക് ഭാരത് ബെൻസ് ആണ് ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിനി സർവീസിന് ചെന്നാലും ബാക്കി എല്ലാ കാര്യത്തിനും ഭാരത് ബെൻസിന്റെ അത്രയും സർവീസ് സെന്റർ, അതായത് ഒരു സർവീസിന് ചെന്നാലും നമുക്ക് കംഫർട്ട് ആയിട്ട് ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ അത്യാവശ്യം നമുക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അത് ട്രിവാൻഡ്രം നമ്മുടെ മുന്നേ ചെയ്തിട്ട് ആഗ്നയുടെ വണ്ടി ഇപ്പൊ അത് ലിയാസ് ആയിട്ട് ഓടുന്നു. ആ വണ്ടികളൊക്കെ നമ്മൾ സർവീസിന് വന്നാൽ നമുക്ക് അത്രയും പക്കയായിട്ടാണ് നമുക്ക് സർവീസ് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് എന്തോ സർവീസ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ബാക്കി ആൾക്കാര് കേൾക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ പറയുന്ന വില കൂടുതലാ, വില കൂടുന്നതിനനുസരിച്ച് സാധനത്തിന്റെ ക്വാളിറ്റി വന്നു. അപ്പൊ വില ഇത്രയും കൊടുക്കാനില്ലാത്തവർക്ക് വേറെ എടുക്കാം. അത്ര സൗകര്യങ്ങളും അനുസരിച്ച് വില കൂടും. വില കുറയുന്ന ആൾക്കാർക്ക് വില കുറഞ്ഞെടുക്കാം. പക്ഷെ നമുക്ക് അത്രയും ഭാരത് ബെൻസ് പ്രിയപ്പെട്ടതാണ്. നമ്മളെടുത്ത് വണ്ടി ഓടുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്, നമുക്ക് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ സർവീസ് ഒക്കെ പക്കയാണ്, എല്ലാ കാര്യങ്ങളും. അത് തിരുവനന്തപുരത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന കമ്പനിയായിട്ട് ഇഷ്യൂ ആയി, എന്തെങ്കിലും ഇഷ്യൂ ചെറിയ വിഷയമായിട്ട് പറയുന്നത്. അതെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യം. ഡ്രൈവ് സീറ്റ് കയറില്ല, അപ്പൊ കയറാൻ സമ്മതിക്കുന്നില്ലല്ലേ? ചേസിന്റെ മോളിൽ കൂടെ കയറുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കണ്ട. ഇത് കൂളന്റിന്റെ ഇതാണ് വരുന്നത്. ഇത് 13.5 മീറ്ററിൽ വരുന്ന വണ്ടിയാണ്. 6 വീലാണ്. 6 വീല് ഓട്ടോമാറ്റിക് ആണ്. ആ പുള്ളിക്കാരന് ഭാരത് ബെൻസിന്റെ വണ്ടിയായിട്ട് എന്തോ കലിപ്പുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ പറയുന്നത് വില കൂടുതലാണ്, കൊള്ളത്തില്ല, ഓൾ ഇന്ത്യയിൽ ആരും വാങ്ങല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായം വെച്ച് വില കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാം. പൈസ ഉള്ളവർ സൗകര്യം നോക്കി ഭാരത് ബെൻസ് മികച്ച കാര്യങ്ങൾ ഭാരത് ബെൻസ് നൽകും. വോൾവോക്ക് വില കൂടുതലാണെന്ന് വിചാരിച്ചാൽ ആരും വോൾവോ വാങ്ങിക്കാതിരിക്കുന്നില്ല. അതിനനുസരിച്ച് ഇനിയുള്ള കാലത്ത് ഫെസിലിറ്റീസ് കൂടുന്നതിനനുസരിച്ച് സാധനത്തിന് വില കൂടും. ഓരോരുത്തരും ഓരോ അഡ്വഞ്ചർ കൊണ്ടുവരുമ്പോ അതിനനുസരിച്ചുള്ള വില കൂടും. നമുക്ക് ഭാരത് ബെൻസ് കംഫർട്ടാണ്, നമ്മൾ ഓടിച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ സർവീസിന് പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും പറ്റിയിട്ടില്ല. സർവീസ് പക്കയാണ്. ട്രിവാൻഡ്രം തോന്നക്കലിലുള്ള സർവീസ് സെന്ററിൽ നമുക്ക് ഇതുവരെ പക്കയായിട്ട് സർവീസ് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നല്ല, ഏകദേശം കേരളത്തിലുള്ള എല്ലാ സർവീസ് സെന്ററുകളിലും വിളിച്ചാൽ 24 മണിക്കൂറിന് ഉള്ളിൽ 24 മണിക്കൂറും ഫോൺ എടുക്കുന്ന ഒരേ ഒരു ഡീലർഷിപ്പ് ഭാരത് ബെൻസേ ഉള്ളൂ. ഓട്ടോമാൻ ട്രക്കിംഗ്
അത് വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആള് വരും, സർവീസിന് ആള് വരുന്നുണ്ട്, ഇതുവരെ വരുന്നുണ്ട്. ഇനിയുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ശരിക്കും നമുക്ക് ആ ഡ്രൈവർ സീറ്റിലോട്ട് കയറാൻ പറ്റുന്നില്ല, അവരെ ബ്ലോക്ക് ചെയ്തേക്കുവാ. എന്താ സംഭവം? അവരായിട്ട് ഒന്ന് വാക്ക് തർക്കം, പുള്ളിക്കാരൻ എന്തെങ്കിലും വിഷയം കാണും. അത് ഓരോരുത്തരുടെ സിംഗിൾ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതുവരെ ആരെങ്കിലും ഒരു ഡ്രൈവറെ കംപ്ലൈന്റ് പറഞ്ഞതായിട്ടോ എവിടെയെങ്കിലും വിഷയങ്ങൾ ഉണ്ടായതായിട്ടോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചില സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നല്ലാതെ നമ്മൾ ഉപയോഗിച്ചതിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്റ്റാർട്ടിങ് ഇതിലായിരുന്നു ഇരുന്നിരുന്നത്, അത് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി. പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ എഞ്ചിന്റെ പവറിൽ മാറ്റം വന്നിട്ടുണ്ട്. Hi. Yes, sir. No. Sir, what is your name? My name is Sanjay Sanghani. I am from Kataria Motors, Ahmedabad, dealer of Bharat Benz Daimler. Right, sir? This is a 1926 model. Right? It comes with 260 mg power, horsepower. Right? The gear is automatic. It is like manual, no manual. Sir. No manual. Right? In first wheel, first axle is a unitized bearing axle. For 6 lakhs kilometer, you don't have to change the oil, nothing or grease or anything. 6 lakhs kilometer or 6 years, whichever is earlier. Right? In the tire rim, you have other sensors also, which shows how much air is there in the tire. And how hot is the tire in running condition. So you can stop and see that which tire is hot and how much air is less in that tire. Consoling meter. Yeah, it will showing your radiant. Oh, okay. Right? There is a retarder for brake. Right? Joint retarder. Yeah, this is a Telma company's retarder. Right? Joint. Yeah, right. Okay. और नया मॉडल है? Yeah, this one is a new model. न्यू मॉडल है. Right. And if you want to see the Telma retarder, this is opposite only. You can see the Telma. Yeah. Okay. The tank is diesel tank is of 380 kiloliters. 380 kilometers. 380 liters. Right? Okay. And that of for urea means DEF AdBlue is of 60 liters. 60 liter. Okay. Configuration. No new configuration. Everything is okay. Okay. Only gear is new and unitized bearing. Okay. അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ളത് വെച്ചാൽ മാനുവലിൽ നിന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടയർ ബ്രേക്ക്, ജോയിന്റ് റിട്ടയർ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടയറിൽ എയർ ചെക്കിംഗ് എയർ ചെക്കിംഗ് നമുക്ക് എത്ര ഉണ്ടെന്ന് കൺസോളിംഗ് മീറ്ററിൽ അറിയാൻ പറ്റും. ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഭാരത് ബെൻസിന്റെ ഓട്ടോമാറ്റിക് ഭാരത് ബെൻസിന്റെ ഇതായിട്ട് പുള്ളി പറഞ്ഞു തന്നത്. അതെ 30.5. This one? Length is 13.5. 13.5 മീറ്റർ ആണ് ചേസ് വരുന്നത്, ഷാസി വരുന്നത്. Right? Front axle is unitized bearing. No need of service. No Till need 6 lakhs kilometer or 6 years, whichever is earlier. Okay. അതായത് ഫ്രണ്ടില് ബെയറിംഗ് വരുന്നത് സർവീസ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. സർവീസിന്റെ ആവശ്യമില്ല. മറ്റത് നമ്മൾ ഓരോ കിലോമീറ്റർ കഴിയുന്നതിന് 6 lakhs. 6 ലക്ഷം കിലോമീറ്റർ വരെ ഓടുന്നാണ് പറയുന്നത് നിലവില്. അപ്പൊ നേരത്തെ വരുന്ന ബെയറിംഗ് നമ്മള് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് വേണമായിരുന്നു. അപ്പൊ 6 ലക്ഷം കിലോമീറ്റർ വരെ ഫസ്റ്റിലെ, അതായത് ഫ്രണ്ട് വീലിന്റെ ബെയറിംഗ് നമുക്ക് മാറേണ്ട ആവശ്യമില്ല. ബാക്കി പിന്നെ അതിന്റെ കൺസോളിംഗ് മീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ എയർ പ്രഷറും കൂടി അതിൽ ഇൻക്ലൂഡിങ് ആണെന്നാണ് പുതിയ ഫീച്ചേഴ്സിൽ വരുന്നത്. The engine horsepower has increased from 240 to 260. 260 വരെയാണ് എഞ്ചിൻ പവർ, ഹോസ് പവർ. Yeah. Okay. അപ്പൊ അത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. Okay, sir. Thank you very much. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് സീറ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് നമുക്ക് ക്യാബിൻ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ? ക്ലസ്റ്റർ നമുക്ക് ഓണാക്കാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ള ഇത് നമ്മുടെ ഇതിന് മുന്നേ ഇറങ്ങിയിരുന്ന അതേ ഷാസിയുടെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മറ്റേ മാനുവൽ അല്ലാത്ത ഓട്ടോമാറ്റിക് ലിവർ എവിടെയാണ് കാണിക്കുന്നത്? ലിവർ ഇല്ല. ലിവർ അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണ് ലിവർ. സാധാരണ ഇവിടെ ഗിയർ എവിടെ വരുന്നത്? ഗിയർ ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതാണ് ഗിയറിന്റെ ലിവർ. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ മാറ്റാണ്ടേ? അതെ. അതായത് സ്കാനിയന്റും ഏകദേശം ഇതേപോലെ തന്നെയാണ്. സ്കാനിയ ഇതിലാണ് വരുന്നത്. വോൾവോക്ക് മാത്രമേ ലെഫ്റ്റ് സൈഡില് ചെറിയ ലിവർ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. ഇത് സ്കാനിയർ ടൈപ്പാണ് ഏകദേശം. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ ഇതില് റിട്ടയർ ബ്രേക്ക് ഉണ്ട്. റിട്ടയർ ബ്രേക്ക് പെഡല് ഈ ലിവറിൽ എന്താണ് വരുന്നത്? നേരത്തെ പെഡലിലും വന്നിരുന്നു. ഇത്
ഇതിലും വരുന്നുണ്ട്, ലിവറിലും വരുന്നുണ്ട്. വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ ഇനി ഇത് നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞാലേ ഇതിന്റെ ഫീച്ചേഴ്സ് അറിയുള്ളൂ. അതുപോലെ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ഈ പുറത്തുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങള് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടുന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടിച്ച് നോക്കിയിട്ടാണ് ബാക്കി അറിയാൻ പറ്റും. ഓടിക്കാൻ കിട്ടണം. അതല്ലെങ്കിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാര് പറഞ്ഞു തരണം. ഓക്കെ, എങ്ങനെയല്ലേ എയർ സസ്പെൻഷൻ സീറ്റ് ആണ് അതാ നോർമൽ ആണ്? അത് നോർമൽ സീറ്റ് ആയിട്ടാണ് വരുന്നത്. നോർമലാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് കൺട്രോൾ വരുന്നുണ്ടല്ലേ സ്റ്റിയറിംഗിൽ തന്നെ? അത് ഇതില് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. റിട്ടയർ ബ്രേക്ക് ഇതാണ് ഇതിലാണ് വരുന്നത്. ഇത് റിട്ടയർ ബ്രേക്കിലാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ട്. കാണിക്കാൻ പറ്റും, പാടില്ല. സ്റ്റാർട്ടിംഗ് അല്ലാത്തതുകൊണ്ട് ഇത് ചലിപ്പിക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക്. അപ്പോൾ ഇന്നത്തെ ദിവസം സമയം ഏകദേശം 4 മണിയോളം ആവുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കിടന്ന് കറങ്ങി, ഒരുപാട് വീഡിയോകൾ എടുത്തു. പക്ഷെ ഒന്നും നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വെഹിക്കിൾ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിചയക്കുറവ് അറിവ് കുറവൊക്കെ ഉണ്ട്. എന്നാലും അവര് പറയുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കി കുറച്ച് വീഡിയോകൾ ചെയ്തു. ഇനി ഒരുപാട് ചെയ്യാറുണ്ട്. നമ്മളിന്ന് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ 3 ദിവസം എന്തായാലും ഇവിടെ ഉണ്ട്. നാളെ കൂടുതൽ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ടാറ്റ ചെയ്തു. ടാറ്റയുടെ ഒരു 6 വെഹിക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ MG-യുടെ ബോഡി അടിച്ചത് ഏഷ്യറും ഭാരത് ബെൻസും അങ്ങനെ കുറച്ച് വണ്ടികളുടെ ഇതെടുത്തു. പിന്നെ ഇപ്പൊ ഭാരത് ബെൻസിന്റെ എടുത്തു. ഭാരത് ബെൻസിന്റെ സ്റ്റാർ സെറ്റ് മോഡൽ എടുത്തു. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പുള്ളി കാര്യം പറഞ്ഞു തന്നു. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയാണ്. എന്തായാലും കുറെ വാഹനങ്ങളുടെ ഇവിടെ ചോദിക്കുന്നതിന് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ഉള്ളൂ. അവർക്ക് കൂടുതൽ കസ്റ്റമറിലോട്ടുള്ള ഇതാണ്. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ സമയം നോക്കി കഴിഞ്ഞാൽ അതേ സമയം കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കുന്നതിനുള്ള മറുപടി പറഞ്ഞു തരുന്നുണ്ട്. അത്രേ ഉള്ളൂ എക്സിബിഷനിൽ. ബാക്കിയെല്ലാം ഡീലേഴ്സ് ആയിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാല്ലേ? അങ്ങോട്ട് കേറണ്ട, അവിടെ അവസ്ഥയില്ല. അപ്പൊ ഇതേതാ വാഹനം എന്ന് പറഞ്ഞിടത്തെ? വണ്ടി ഓടുവാണെങ്കിൽ ഇത്രയും ജനത്തിരക്ക് കാണത്തില്ല. അല്ലെ ഇത് ഇലക്ട്രിക് ആണോ? ഇല്ല, സാധാ ഡീസൽ. ഷാസി ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഈ വണ്ടിയുടെ മോഡലും പേരും കാര്യങ്ങളൊക്കെ എങ്ങനെയല്ലേ? സത്ലജ് ആണ്. സത്ലജ് ബോഡി ബിൽഡേഴ്സ് ആണ്. ബോഡി ബിൽഡേഴ്സ് ആണ്. ഇത് നിലവിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഹിനൂർ ട്രാവൽസ്, കാസർഗോഡുള്ള കോഹിനൂർ ട്രാവൽസ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. കൊള്ളാല്ലേ? അടിപൊളിയായി. ക്വാളിറ്റി ഉണ്ട്. പെയിന്റ് ആയാലും ക്വാളിറ്റി ഭയങ്കര ഇത്. സത്ലജിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കോഹിനൂരിന്റെ വണ്ടി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ വണ്ടി കിടുക്ക വണ്ടിയാണ്. അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അകത്ത് കയറിയ ലക്ഷറി ഇതാണ്, ഫീലിംഗ് ആണ് വണ്ടിക്കകത്ത്. സെറ്റ് ചേട്ടാ, പക്ഷെ കേറാൻ പറ്റുന്നില്ലല്ലോ. ലോക്കാണ് കേട്ടോ. ലക്ഷറി ടൈപ്പാണ്, LED ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. പുറത്ത് നിന്ന് കാണുമ്പോഴേ നല്ല ഫീല് വന്നുണ്ട്. ക്വാളിറ്റി കണ്ടോ? എക്സിറ്റ് ഇതുവഴിയാണ് കേട്ടാ. ഫ്രണ്ടിൽ കൂടെ കയറി ബാക്ക് കൂടെ ഇറങ്ങും. അപ്പോ സട്ലജ് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ആ ഒരു ബോഡിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും അകത്തെ സൗകര്യങ്ങളും അതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാബിനകം നോക്കാം. കേറിയിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് പിടിക്കാം. അവരങ്ങോട്ട് കയറാം. സട്ലജിന്റെ ഡ്രൈവർ കേബിനിലാണ് ഉള്ളത്. പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി നേരത്തെ കണ്ട് വണ്ടിനെ കണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഫസ്റ്റ് ടൈം അത് കണ്ടോ കറക്റ്റ് ആയിട്ട്. പിന്നെ നമുക്ക് ഭാരത് ബെൻസിന്റെ ഷാസിയിലാണ്. അതേപോലെ തന്നെ ഡ്രൈവറിൽ കിടക്കാൻ വേണ്ടിട്ട് കൊടുത്തേക്കുന്ന ദീർഘദൂര യാത്രക്ക് ഡ്രൈവർക്ക് കിടക്കാൻ വേണ്ടിട്ട് കൊടുത്തേക്കുന്ന ഇതാണത്. ബെഡാണ്. മുകളിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ഇതിലാണ്. ഇത് കണ്ടോ ക്യാമറ. ഡ്രൈവർക്ക് അത്രയും ഫെസിലിറ്റി കൊടുത്തിട്ടാണ് നമുക്ക് 360 ആംഗിൾ ക്യാമറ. ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇതാണ്ട് ലെഫ്റ്റ് കാണിക്കുന്നു. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോ റൈറ്റ് എല്ലാം കാണിക്കുന്നത്. അതാ 360 ക്യാമറയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ബോഡി ബിൽഡേഴ്സും അഡ്വാൻസ് ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. എന്തൊക്കെ കൊടുക്കാന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട്. അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറാല്ലേ? ഇതാണ് ലക്ഷറി.
ലക്ഷറി എന്താണെന്നുള്ളത് ഇതിൽ കണ്ട് മനസ്സിലാക്കണം. സൺറൂഫ് സത്ലജ് എന്താണെന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോ ഏകദേശം എല്ലാവർക്കും ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക്. അതെ അതെ, ആ ഡ്രൈവർ ക്യാബിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഇംപ്രഷൻ ആവും. ഇപ്പൊ നമ്മൾ നേരത്തെ കയറിയ ടെർട്ടില് കയറിയിട്ട് ഇതിലൊന്ന് കയറണല്ലേ, അതെ അതെ അതെ, ആനയും ആടും തമ്മിൽ മാറ്റമുണ്ട്. അപ്പൊ ഇത് കണ്ടോ ഗ്ലാസ് കൊടുത്തേക്കുന്നത്. അതായത് പ്രീമിയം ലുക്ക്. നമ്മള് കളറൊക്കെ നോക്കിയാൽ കറക്റ്റ് നമുക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലോട്ട് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു ലക്ഷറി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സത്ലജ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. സിംഗിൾ ബെർത്ത്, ഡബിൾ ബെർത്ത്. അപ്പൊ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം പുറത്ത്. അപ്പൊ പുതുതായിട്ട് ബസ് എടുക്കുന്നവർക്ക് ഒരു ഉപയോഗം, വില എത്രയാണെന്ന് അറിയാൻ പറ്റും ഏകദേശം. അതെ, ഇത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ബസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബസ്സല്ല, ബോഡി. അതായത് നമ്മൾ ഇറങ്ങുന്നത് എക്സിറ്റിലൂടെ, മെയിൻ ഗേറ്റിലൂടെ ഇറങ്ങി എക്സിറ്റിലൂടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. എക്സിറ്റിലൂടെ. അതെ, ഓക്കെ. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടല്ലേ? ഇതാണ് ഇതിന്റെ പുറം ഭാഗം. ഇത് കണ്ടോ, ഇത്രയും ഭംഗിയായിട്ട് ടൈലൈറ്റ് കൊടുത്തേക്കുന്നത്. പെർഫെക്ഷൻ കണ്ടോ, ഈ ഒരു ഇത് നേരത്തെ കാണിച്ചത് പെർഫെക്ഷൻ. ഓരോ ബോഡി ബിൽഡേഴ്സിന്റെ ക്വാളിറ്റി ആണ്. ഇത്ര നീറ്റ് പെയിന്റിന്റെ ക്വാളിറ്റി സൂപ്പറാ, ഒരു രക്ഷയില്ല. അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് അടുക്കി ഒതുക്കി പെറുക്കി കറക്റ്റ് സ്ട്രക്ചറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ക്വാളിറ്റി. ഇതാണ് ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി? ആണോ വണ്ടിയുടെ 50 വർഷമായെന്നാണ് കേട്ടോ സത്ലജ്. 50 വർഷമായിട്ട് 1974 സിൻസ് ഈ ഒരു ബോഡി ബിൽഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. പഞ്ചാബിലാണ് ഇതിന്റെ ബോഡി ബിൽഡേഴ്സ്. ജലന്ധർ. അപ്പോ ഞാൻ ഇത്രയും നാളും പലതരം ബോഡികൾ കേട്ടിട്ടുണ്ട്. എംജിയുടെ ടൈഗർ, പിന്നെ ഗ്ലൈഡർ, പിന്നെ പ്രകാശ്, ദാമോദർ, അതെ, അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഈ സത്ലജ് എന്ന് പറയുന്ന ബോഡിയെ കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോഡൽ നമ്പറാണ്. നിങ്ങളിപ്പോ ഒരു വാഹനം എടുത്തിട്ട് നിങ്ങള് MG-യിലായിരിക്കും ഫസ്റ്റ് എല്ലാവരുടെയും ചോയ്സ് ഇപ്പൊ നിലവില്. പക്ഷെ നിങ്ങൾ ഈ സത്ലജും കൂടെ ഒന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ മനസ്സ് മാറും. ഇത് വിലയുടെ കാര്യം എനിക്കറിയത്തില്ല, ഉറപ്പായിട്ടും മനസ്സ് ലക്ഷറിയാണ്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി ഫീലിംഗ് ആണ് വണ്ടിക്കകത്ത് കയറുമ്പോ. പിന്നെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ മോഡിഫിക്കേഷന്റെ ഒരു രക്ഷയില്ല. അത്രയും ക്വാളിറ്റി അത് ചെയ്യുന്നുള്ളത് എനിക്ക് ഈ വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായി. എന്തായാലും പുതുതായിട്ട് വാഹനം എടുക്കുന്നവര് ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് കണ്ടാൽ മതി, നിങ്ങൾ പിന്നെ പുറകോട്ട് പോകില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ മോഡൽ നമ്പർ. എസ് ആണ്, Z ആണ്. ഓക്കെ, Z ആണ്. Z2000 പ്രൈം എന്നാണ് ബോഡിയുടെ പേര്. ഒക്കെ ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് കണ്ടതിൽ നേരത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ദിവസം കണ്ടതിൽ MG മറ്റേ സ്റ്റാർ Z ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈക്വൽ ആണ്. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാരണം അത് സ്ഥിരം കാണുന്നുണ്ടല്ലോ ആ ഒരു മോഡലൊക്കെ. പിന്നെ എന്തോ അറിയാൻ വയ്യ. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ഡിക്കി ഓപ്പൺ ആക്കാം. ഡിക്കി സ്പേസ് ഒന്ന് കാണാം. അപ്പൊ ഇതിന്റെ ഡിക്കി സ്പേസ് ആണ് ഈ കാണുന്നത്. പക്ഷെ അതാണെങ്കിൽ മറ്റേ സൈഡും ഉണ്ടാവും. നല്ല ലെങ്ത് ഉണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതുണ്ട്. നമുക്ക് എത്ര 35 സീറ്റാ വരുന്നത്. हेलो नमस्कार, मेरा अजमल पाशा। सब नाम क्या है? अरुण शर्मा। ये सतलज मॉडल है ना, नया मॉडल है? सतलज मॉडल का नया मॉडल है, आज ही लॉन्च किया हमने। S2009 नया डिटेल्स एज पर AIS 150 119 052 153 ये सारा मीट करता है। लेटेस्ट मॉडल आज ही हमने लॉन्च किया है इसको विद 360 डिग्री कैमरा, मेमोरी फॉर्म्स, coated alloy wheels and all the features, luxury feature, FTSS, so many features which required. मीन लेटेस्ट फीचर जितना भी हो सकता है, लग्जरी फीचर जो आज की डेट में आपके रिक्वायरमेंट है वो सारा ही है इसमें हमने दिया होगा। कितना कॉस्ट कितना? कॉस्ट 43 and 5 लाख कॉस्ट है इसका। लेकिन इंट्रोड्यूस ऑफर प्रवास में आप बुकिंग करोगे तो 42.5 लाख में हम करेंगे, इंक्लूडिंग GST, इंक्लूडिंग AC। ओके AC या GST इंक्लूडेड है अभी। चले मैं थोड़ा बिजी हूँ। ओके താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോഴത്തേക്കും
ഈ ബോഡിയുടെ വില ഏകദേശം 43.5 ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ 50 ലക്ഷമൊക്കെയാണ് MG അല്ലേ? ടൈഗറൊക്കെ 50 ലക്ഷമൊക്കെയാണ് പറയുന്നത്. ടൈഗറൊക്കെ അത്രയും കോസ്റ്റ് വരും. ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ വലിയ എന്നിരുന്നാലും ഒന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ഏകദേശം കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ബോഡിയുടെ വില 43.5 ലക്ഷമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബോഡിയാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഈ ഒരു ബോഡി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇത് ഇന്നത്തെ ദിവസം ഓഫർ കൊടുക്കുന്നുണ്ട് 42.5 ലക്ഷം. അതായത് 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഈ ഒരു ഹാളിൽ വെച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ബോഡി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൊല്ലും. ഇതിന്റെ ബോഡി വർക്ക് എന്ന് പറയുന്നത് പഞ്ചാബ് അല്ലേ? പഞ്ചാബില് ജലന്ധറിലാണ് ബോഡി വർക്ക് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി. എനിക്കൊരു വണ്ടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ബോഡി വണ്ടി മാരെങ്കിലും അകത്ത് കാണുമ്പോഴാണ് ലക്ഷറി ഫീലിംഗ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെല്ലുമ്പോഴേ ഫസ്റ്റ് ഇംപ്രഷൻ ക്വാളിറ്റി ആണ്. നമുക്ക് ഈ പെയിന്റിന്റെ വരെ ക്വാളിറ്റി നോക്കണം. അതായത് ഓരോ സാധനത്തിന്റെ നമ്മുടെ ഈ സൈഡത്തെ ബിൽഡിംഗ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും പലയിടത്തും ഒക്കെ ഒരുമാതിരി ഒട്ടിച്ചങ്ങ് മറ്റേ ബോഡി കൂടെ ഒക്കെ ചേർക്കുന്നുണ്ടായിരുന്നു പലതും. പക്ഷെ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആണ്. എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സാധനം അത്യാവശ്യത്തിന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഓവറല്ല നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ഇതിന്റെ ലൈറ്റ് എല്ലാം എന്താണ് താഴെ മുകളിൽ ലൈറ്റ്. അത് ഫോഗ് ലാമ്പ്. ഓക്കെ, LED ആണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഇതൊക്കെ എന്തിന്റെ ലൈറ്റ് ആണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ. ഇല്ല, ഇത് ഹെഡ്ലൈറ്റ്, അത് ഡിമ്മ്, ബ്രൈറ്റിൽ വരുന്ന പ്രൊജക്ട്. ഇത് രണ്ടും ഒരുമിച്ച് കത്തും. ബ്രൈറ്റിൽ വരുമ്പോ രണ്ടും ഒരുമിച്ച് കത്തും, ഡിമ്മില് സിംഗിളും. അടുത്തതായിട്ട് നമുക്കൊരു ഇലക്ട്രിക് ബസ് കിടപ്പുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയാണ്. ഇതിന്റെ EV വെഹിക്കിൾ ആണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടി ചെറിയൊരു പെട്ടി കൂട് പോലെ. ഇന്ത്യൻ നേരത്തെ നമ്മുടെ കേരളത്തിന്റെ നേരത്തില് സ്വിച്ചിന്റെ ഇലക്ട്രിക് വാഹനമുണ്ട്, കേരളത്തിന്റെ KSRTCന്റെ വാഹനമുണ്ട്. അത് കൂടാതെ വേറെ ആരും എടുത്തതായിട്ട് അറിവില്ല, നിലവിൽ അറിവില്ല. ഇനി ആരെങ്കിലും എടുക്കുമെന്ന് അറിയില്ല. സ്വിച്ച് കമ്പനി ഇലക്ട്രിക് ഉള്ളത് നമ്മുടെ KSRTCയുടെ ഒരു വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇത് ഫിക്സ്ഡ് ക്ലാസ് വണ്ടിയാണ്. ഇത് എത്രത്തോളം മൈലേജ് കിട്ടും, എത്ര ചാർജിങ് ടൈം ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് കാര്യങ്ങളുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ നല്ല അതായത് ട്രാൻസ്പോർട്ടർമാര് ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാറുവാണെങ്കിൽ സ്വിച്ചിന്റെ കമ്പനി കൂടെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് ഇതിന്റെ അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാത്തിനും സീറ്റ് ബെൽറ്റ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഈ ഡോറിന്റെ അടുത്തായതുകൊണ്ട് അത് ഫ്രണ്ടിലോട്ട് വരാതിരിക്കും. സേഫ്റ്റി ആയിട്ട് കൊടുത്തതാണ്. महावीर। क्या है फंक्शंस है ये बस में इसमें फुल सेफ्टी है। कुछ उसमें कुछ बोलने जैसा नहीं है मेरे, क्योंकि मेरे को भी बहुत अच्छी लगती है, मैं भी चलाता हूँ। अच्छा है, इसलिए मेरे को ये परफेक्ट लगी है। अच्छा, ये कितना किलोमीटर दूर है कि चार्जर में कितना दूर चला है? ये मिनिमम 250 जितना आसपास चलता है। ठीक है, और 3 घंटा चार्जिंग टाइम लगता है। 3 മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത്. प्राइस ये कॉस्ट कितना है गाड़ी का? प्राइस तो नहीं मालूम। नहीं, ओके एक दूसरा മനസ്സിലായി. പുള്ളിക്കാരൻ അത്ര പുള്ളിക്കാരന് അറിയില്ല. അപ്പൊ ആ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പൊ ക്യാബിൻ വ്യൂ അല്ലേ? അതെ, എല്ലാത്തിലെ പോലെ തന്നെ ഇതില് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് അത്രയും മോഡുകളാണ് ഇതിൽ വരുന്നത്. കൊള്ളാം അല്ലേ? കൊള്ളാം. ഓക്കെ, താങ്ക് യു. 5 മണിയായി. അപ്പൊ ഇന്നത്തെ 5:20 5:30 മണിയായി. 5 മണി പോയത് അറിയില്ല. ഒരു ദിവസം സമയം പോയത് അറിഞ്ഞില്ല. 2 ഹാളെ കേറിയിട്ടുള്ളൂ. എന്ത് തിരക്കല്ലേ, ആൾക്കാർ വന്നോണ്ടിരിക്കുക. മലബാർ ഏരിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് ഓപ്പറേറ്റേഴ്സ്. എന്തായാലും തളർന്നു, രക്ഷയില്ല. സമയം പോയത് അറിയാം. ഇനിയും 2 ഹാള് കയറാം. ഇനിയും 2 ഹാള് നമുക്ക് ഇനി വോൾവയുടെ ഒരു സെക്ഷൻ കയറാണ്ട്. മെട്രോ ഉണ്ടെന്ന് തോന്നുന്നു. മെട്രോ ഉണ്ട്, അതെ, വോൾവോ ഉണ്ട്. വോൾവോ ഒക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ കുറച്ച് പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് ഒരു വിധത്തിൽ അറിയത്തില്ല. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ? എന്തായാലും നാളെ വരുന്നുണ്ട്. നാളെ വീഡിയോയും കൂടി എടുക്കാം. നമ്മൾ 3 ദിവസം ഇവിടെ ഉണ്ട് അല്ലേ?
മൂന്ന് ദിവസം ഇവിടെ ഉണ്ട്. എക്സിബിഷൻ ആണ്. 3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും വീഡിയോ എടുപ്പ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.